വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിവിധ സമയങ്ങളിൽ 1 താലന്ത് നിരക്കിന് നിയോഗിക്കുന്ന യജമാനനും ഒടുവിൽ എല്ലാവർക്കും തുല്യമായി വേതനം നൽകുന്നതിനിടയിൽ പരിഭവങ്ങളും തർക്കങ്ങളും ഉണ്ടാകുന്നതാണ് നാം സുവിശേഷത്തിൽ വായിക്കുക. ഇവിടെ നാം ശ്രദ്ധിക്കുന്ന 1-2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. യജമാനൻ മുന്തിരിത്തോട്ടത്തിലേക്ക് വ്യത്യസ്തമായ സമയങ്ങളിലാണ് ഓരോരുത്തരെ നിയോഗിക്കുന്നത്. 1-ാം മണിക്കൂർ തൊട്ട് മുന്തിരിത്തോട്ടത്തിലുള്ളവരുണ്ട്. അവസാനത്തെ 1 മണിക്കൂർ മാത്രം ജോലി ചെയ്ത മനുഷ്യരുമുണ്ട്. പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ന്യായമായ കൂലി തരം. എന്താണ് ന്യായം? ന്യായമെന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ആരാണോ ഒരാളെ ജോലിക്ക് നിയോഗിക്കുന്നത് അയാളുടെ ന്യായമാണ് പ്രധാനപ്പെട്ടത്, അയാളുടെ ലാഭനഷ്ടങ്ങളാണ് പ്രധാനപ്പെട്ടത്. എന്നാൽ ഈ തോട്ടക്കാരന്റെ പ്രധാനപ്പെട്ട വിഷയം ആരാണോ ജോലി ചെയ്യുന്നത് അവന്റെ ന്യായവും അവന്റെ ജീവിതത്തിന്റെ സമൃദ്ധിയുമാണ് പ്രധാന വിഷയമായി കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള ഒരു കണക്കായിരുന്നിട്ട് പോലും ആദ്യം മുതൽ പണിയെടുക്കാൻ തീരുമാനിക്കുന്നവന് നിശ്ചയിച്ച കൂലി തന്നെ അവസാനത്തെ മണിക്കൂറിലെത്തിയവനും നൽകാൻ യജമാനൻ തീരുമാനിച്ചു. തൊഴിലിടത്തിന്റെ ഏറ്റവും പരിശുദ്ധമായ ഒരു നന്മ ഇവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. തൊഴിലിടമെന്ന് പറയുന്നത് അധ്വാനിക്കുന്നവന്റെ ജീവനെ പൊതിഞ്ഞുകൊണ്ടുപോകുന്നതാവണം എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം ഒരു ദിവസത്തെ വേതനം ഒരുവന്റെ അന്നത്തേപ്പത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് തന്നെ 1 മണിക്കൂർ പണിയെടുത്തവനും അന്നേപ്പം എന്ന് പറയുന്നത് മാറ്റിവെക്കാൻ കഴിയാത്തതാണ്. നാളെ ഒരു ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവന് വേതനം ആവശ്യമുണ്ട്. നാളെ ഒരു ദിവസം ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവന് ഒരു ദിവസത്തേക്ക് ആവശ്യമായ കൂലി ലഭിക്കേണ്ടതുണ്ട്. ആരും തന്നെ തങ്ങളെ ജോലിക്ക് വിളിക്കാതിരുന്നത് കൊണ്ടാണ് വഴിയരികിൽ നിസ്സഹായരായി ആ മനുഷ്യർ നിന്നത്. അവരെയാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി ഉണ്ടാകുന്നത് ആദ്യം വന്നവനും അവസാനം വന്നവനും ഒരുപോലെ പരിഗണിക്കപ്പെടുമ്പോൾ ആദ്യം വന്നവനുണ്ടാകുന്ന പരിഭവമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങളെ നാം മനസ്സിലാക്കുന്ന ഒരു ശൈലിയുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നോക്കിയിട്ട് തീരുമാനിക്കും, അവന് കുറെ കൊടുത്തു, അവന്റെ ജീവിതത്തിന് കുറെ കാര്യങ്ങളുണ്ട്, എൻ്റെ ജീവിതത്തിന് ഒന്നുമില്ല, എൻ്റെ ജീവിതത്തിലേക്ക് ദൈവം ഒന്നും തന്നില്ല, ദൈവം എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നു. നമുക്കറിയില്ല. ഈ നീതിയുടെ, ദൈവിക നീതിയുടെ കണക്ക് പുസ്തകം നമ്മുടെ കൈകളിലല്ല. എന്താണ് നാളേക്ക് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ആർക്കും അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തെ നമുക്ക് നൽകപ്പെട്ട നന്മകൾ കൊണ്ട് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നതാണ് നല്ലത്. അപരന്റെ ജീവിതത്തിന് എന്ത് കിട്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അപരന്റെ ജീവിതത്തിന് കിട്ടിയിരിക്കുന്നതിനേക്കാൾ നിന്റെ ജീവിതത്തിന് ദൈവം നൽകുന്ന നന്മകളിൽ ആശ്രയിച്ച് ജീവിക്കാൻ കഴിയുക, അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ദൈവത്തിന് നമ്മോട് ഈ വാത്സല്യവും കരുണയും തോന്നി നമ്മെ സംരക്ഷിക്കാൻ പോകുന്നൊരു ജീവിതം നമുക്ക് വിശ്വാസത്തിന്റെ വഴിയിൽ ഉണ്ടാവുക എന്നുകൂടി നാം ചിന്തിക്കണം. അതുകൊണ്ട് അവൻ നമ്മെ ഒരിക്കലും മാറ്റി നിർത്തില്ല എന്നറിയുക. നിന്റെ ജീവിതത്തിൽ ദൈവം കരുതലിന്റെ ദൈവമാണെന്ന ബോധം കാത്തു സൂക്ഷിക്കാനായിട്ട് കഴിയുക. തോട്ടക്കാരന്റെ അതേ കരുണയും സ്നേഹവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന്, നിന്റെ അനുദിന ജീവിതത്തെ കരുതലോടെ പരിപാലിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം നിനക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.